നമസ്കാരം. ഭാരത് ലൈവിലേക്ക് സ്വാഗതം. ശ്രീലേ, നമ്മുടെ രാജ്യം നേരിടുന്ന നിരവധി വെല്ലുവിളികളിൽ വളരെ പ്രധാനപ്പെട്ടതാണ് മതപരിവർത്തനം. സത്യത്തിൽ ഇത് ഒരു അമേരിക്കൻ ഡീപ് സ്റ്റേറ്റിൻ്റെ പ്രോഗ്രാമാണ്. അമേരിക്കയിലെ വലിയ വ്യവസായികളെ ഉപയോഗിച്ച് ഇന്ത്യയിലേക്ക് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് എന്ന വ്യാജേന വലിയ തോതിൽ ഫണ്ടുകൾ വരികയാണ്. ഈ ഫണ്ടുകൾ ഉപയോഗിച്ചാണ് നമ്മുടെ നാട്ടിൽ മതപരിവർത്തനം, പ്രത്യേകിച്ചും ഈ സുവിശേഷ ഇവാഞ്ചലിക്കൽ ഗ്രൂപ്പ്, സുവിശേഷ വിഭാഗങ്ങൾ, പെന്തക്കോസ്തുകാരുണ്ട്, യഹോവ സാക്ഷ്യം പറയുന്നവരുണ്ട്, അങ്ങനെ പലരുമുണ്ട്. ഈ ഗ്രൂപ്പുകളെല്ലാം മതപരിവർത്തനം വളരെ തകൃതിയായി നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇങ്ങനെയാണ്. അതുമാത്രമല്ല, നമുക്ക് ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന വിവരം അനുസരിച്ച്, ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നടന്ന അറസ്റ്റൊക്കെ നമ്മൾ ചർച്ച ചെയ്തതാണ് കഴിഞ്ഞ ദിവസം. ഈ മതപരിവർത്തനത്തിന് ഇത്തരം ഇവാഞ്ചലിക്കൽ ഗ്രൂപ്പിലേക്ക്, സുവിശേഷ വിഭാഗത്തിലേക്ക് വന്ന പണം നേരെ പോയിരിക്കുന്നത് വിധ്വംസക സംഘടനകളിലേക്കാണ്, മാവോയിസ്റ്റ് നക്സൽ ഗ്രൂപ്പുകളിലേക്കാണ് ഈ പണം പോയിരിക്കുന്നത്. ഇവർ തമ്മിലൊരു അവിശുദ്ധ ബന്ധമുണ്ട് എന്നുള്ള കാര്യത്തിന് നിരവധി തെളിവുകൾ കാലങ്ങളായിട്ട് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇപ്പോൾ ഈ അന്വേഷണം, ഇപ്പോൾ തിമോത്തിയോ ഗ്രൂപ്പിനെ അമേരിക്കയിൽ നിന്ന് വിദേശ ഡെബിറ്റ് കാർഡ് ഉപയോഗിച്ച് പണം പിൻവലിക്കുന്നു, അതായത് അക്കൗണ്ടിലേക്ക് പണം ഇടുന്നു, എന്നിട്ട് ആ വിദേശ ഡെബിറ്റ് കാർഡ് ഉപയോഗിച്ച് നമ്മുടെ എല്ലാ ATM-ൽ ചെന്ന് നമുക്ക് രണ്ട് തരത്തിലുള്ള ഓപ്പറേഷൻ ഉണ്ട്, ഡൊമസ്റ്റിക് ആൻഡ് ഇന്റർനാഷണൽ. അപ്പോൾ ഇന്റർനാഷണൽ നമ്മുടെ സാധാരണ കാർഡ് വെച്ച് ഇന്റർനാഷണൽ ചെയ്യാൻ പറ്റില്ല, അതിന് ഇന്റർനാഷണൽ കാർഡ് തന്നെ വേണം. ആ ഇന്റർനാഷണൽ കാർഡ് ഉപയോഗിച്ച് ഈ പണം പിൻവലിച്ചിട്ട് ഈ പണം, അതായത് നമുക്ക് ഒരു എനിക്ക് തോന്നുന്നു ഒരു തവണ 50,000 രൂപ കൂടുതൽ പിൻവലിക്കാൻ പറ്റില്ല ഒരു ദിവസം. അപ്പോൾ അങ്ങനെ 50,000 രൂപ പിൻവലിക്കുന്നു, 10 ദിവസം ആകുമ്പോൾ 5 ലക്ഷം രൂപയായി. ഈ പണം ഇങ്ങനെ പിൻവലിച്ച് വിവിധ ഡെബിറ്റ് കാർഡുകൾ, അതായത് ഒരാളിൽ നിന്ന് മാത്രം ഈ 24 ഡെബിറ്റ് കാർഡുകളൊക്കെയാണ് കണ്ടുപിടിക്കുന്നത്. അങ്ങനെ ഉപയോഗിച്ച് പണം പിൻവലിച്ച് ഇതിലേക്ക് എത്തുന്നു. ഇതിന്റെ അന്വേഷണം ഇനി എങ്ങോട്ടേക്കാണ് പോകുന്നത്? ഇപ്പോൾ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്, കുറച്ചുപേരൊക്കെ അറസ്റ്റിലായിട്ടുണ്ട്, മലയാളികൾ ഉൾപ്പെടെ അറസ്റ്റിലാണ്. പക്ഷെ ഇതിന്റെ അന്വേഷണം ഇനി എങ്ങോട്ടേക്കാണ് പോവുക? ഇതിന്റെ വേരിറക്കാൻ നമുക്ക് സാധിക്കുമോ? യഥാർത്ഥത്തിൽ വേറെ ഇറക്കാൻ സാധിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിയമമാണ് FCRA ഭേദഗതി എന്ന് പറയുന്നത്. അതാണ് ഇവിടുത്തെ പള്ളിയെയും പട്ടക്കാരെയും അച്ഛന്മാരെയും ഒക്കെ വളരെ വ്യാകുലപ്പെടുത്തിയ സംഭവം അത് തന്നെയാണ്. കാരണം FCRA നിയമ ഭേദഗതിയിലൂടെ ആകുമ്പോൾ വരുന്ന പണം അതിനുവേണ്ടി മാത്രമേ ഉപയോഗിക്കാൻ കഴിയൂ എന്നുള്ളതാണ് ഇതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ ഒരു എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷന് പണം വന്നാൽ അത് വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്ക് മാത്രമേ ഉപയോഗിക്കാൻ കഴിയൂ. ഏതെങ്കിലും ആതുരാലയത്തിന് പണം വന്നാൽ അത് ആതുരാലയത്തിന് മാത്രമേ ഉപയോഗിക്കാൻ കഴിയൂ. അതുപോലെ മറ്റു രീതിയിൽ വക മാറ്റാൻ കഴിയില്ല. എസ്റ്റാബ്ലിഷ്മെന്റ് ഫീസ് എന്ന് പറഞ്ഞിട്ട് അതിൽ തന്നെ സെഗ്രിഗേറ്റ് ചെയ്തിട്ടുണ്ട്. ഇന്ന കാര്യത്തിന് ഇത്ര, ഇന്ന കാര്യത്തിന്. സാധാരണഗതിയിൽ ഈ പണം എങ്ങനെയാണ് വക മാറ്റുന്നതെന്ന് വെച്ചപ്പോൾ 1 കോടി രൂപ വന്നാൽ അതിൽ ഒരു 50 ലക്ഷം രൂപ 60 ലക്ഷം രൂപ ഇവർ മറ്റേ എസ്റ്റാബ്ലിഷ്മെന്റ് ചാർജ് എന്ന് പറഞ്ഞിട്ട്, അതായത് ഓഫീസ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു മാറ്റും. അതിനി നടക്കില്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ വക മാറ്റുന്ന പണം കൊണ്ട് 1 കോടി രൂപ വന്നാൽ 1 ലക്ഷം രൂപയുടെ സേവന പ്രവർത്തനം ചെയ്യും. ബാക്കിയുള്ളത് വക മാറ്റും. അതിൽ തന്നെ എസ്റ്റാബ്ലിഷ്മെന്റ് ഫണ്ട് എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ കാർ വാങ്ങാം, കെട്ടിടങ്ങൾ വാങ്ങാം, സ്വത്തുക്കൾ ഭൂമി വാങ്ങിക്കൂട്ടാം. അപ്പോൾ അങ്ങനെ ഇതിനു വേണ്ടിയ ഇൻഫ്രാസ്ട്രക്ചർ ഒരുക്കുക എന്ന രീതിയിൽ ഈ പണം പല രീതിയിൽ വകമാറ്റി ചെലവഴിക്കുന്നതായിരുന്നു ഈ ക്രിസ്ത്യൻ സംഘടനകളുടെ മതപരിവർത്തനത്തിൻ്റെയും ക്രിസ്ത്യൻ സംഘടനകൾ മറ്റുള്ളവർക്ക് നൽകുന്ന പണത്തിൻ്റെയും. നമുക്കറിയാം, ഇവ എപ്പോഴും നമ്മൾ പണ്ടു തൊട്ട് എൻ്റെ ചെറുപ്പകാലം അന്നൊക്കെ നമ്മൾ പറയും ഒരു പാൽപ്പൊടിയും ഗോതമ്പും കൊടുത്ത മതം മാറുന്നവരുണ്ടായിരുന്നു, റൊട്ടിയോ കൊടുത്ത് മതം മാറ്റുന്നവരുണ്ടായിരുന്നു. അപ്പൊ നമ്മുടെ ചെറുപ്പം മുതൽ നമ്മൾ ഇത് കാണുന്നതാണ്. ഈ ഇവാഞ്ചലിക്കൽ പ്രവർത്തനങ്ങൾ നമ്മൾ കാണുന്നതാണ്. അവരെങ്ങനെയാണ് ഒരു സൈക്കിൾ കൊടുക്കും, ജീവിതകാലം മുഴുവൻ മതം മാറ്റാനുള്ള ഒരു ആയുധമാക്കി ഒരു സൈക്കിളിനെ മാറ്റിക്കൊണ്ട് അങ്ങനെയൊക്കെ പ്രവർത്തിക്കുന്ന സംഘടനകളെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. പിന്നെ ചെറിയ രീതിയിൽ എന്തെങ്കിലും ഒരു ഫണ്ട് ഉപയോഗിച്ച് ചിലപ്പോൾ ചില ആൾക്കാർക്കൊരു വീടോ, അതും ആ വീടെന്നൊക്കെ പറഞ്ഞാൽ ഞാൻ അത്തരം വീടുകളൊക്കെ കണ്ടിട്ടുണ്ട്, ഒന്ന് കയറി കിടക്കാൻ ഒരു കട്ടിലിടാനൊക്കെ ഉള്ള സൗകര്യമുള്ള ചെറിയ വീടുകൾ ഉണ്ടാക്കി കൊടുക്കും. ആ രീതിയിലാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഇവാഞ്ചലിക്കൽ പ്രവർത്തനത്തിനായി പണം വരുന്നവരിൽ ഏറ്റവും പ്രധാനപ്പെട്ട, അപ്പോൾ ഏറ്റവും ഇതിന് ഇപ്പോൾ ഇവാഞ്ചലിക്കൽ പ്രവർത്തനമായാലും തീവ്രവാദ പ്രവർത്തനമായാലും എന്ത് തന്നെയായാലും അതിന് ഏറ്റവും വളക്കൂറുള്ള മണ്ണ് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ തന്നെ കേരളമാണ്.
ഒരു സംശയം അക്കാര്യത്തിൽ വേണ്ട. ഇപ്പൊ ലവ് ജിഹാദ് ആണെങ്കിലും മതപരിവർത്തനമാണെങ്കിലും അതുപോലെ തന്നെ മറ്റ് പ്രവർത്തനങ്ങൾ അതാണെങ്കിൽ എല്ലാ കാര്യത്തിലും മാത്രമല്ല നമ്മൾ ആലോചിച്ച് നോക്കൂ. ഇതിപ്പോ പറയുമ്പോൾ ഇതാണ് കേരള സ്റ്റോറി എന്ന് പറഞ്ഞ ഒരു സിനിമ വന്ന സമയത്ത് ഇവിടെ കാട്ടിക്കൂട്ടിയ കാര്യങ്ങൾ നമുക്കറിയാം. കേരള സ്റ്റോറി എന്ന് പറയുന്ന ഒരു സിനിമ വന്നപ്പോൾ കാട്ടിക്കൂട്ടുമ്പോഴും സ്വാഭാവികമായി നമുക്ക് മനസ്സിലാക്കേണ്ട ബുദ്ധിയുള്ളവർ ചിന്തിക്കും അത് ആ സിനിമയിൽ പറയുന്ന കാര്യങ്ങൾ യാഥാർത്ഥ്യമാണ്. കേരളത്തിൽ എത്ര പെൺകുട്ടികളാണ് ഈ പെൺകുട്ടികൾ അടക്കമുള്ളവർ ആലോചിച്ച് നോക്കൂ. പ്രൊഫഷണൽ കോളേജുകളിൽ പഠിക്കാൻ പോകുന്ന പെൺകുട്ടികൾ അടക്കമുള്ള ഡോക്ടറും എഞ്ചിനീയറും ആകാനൊക്കെ പഠിക്കാൻ പോയ പെൺകുട്ടികളെ അടക്കം മതം മാറ്റി അവരെ IS കൊണ്ടുപോയി എന്നുള്ളതാണ്. ഈ പ്രൊഫഷണൽ കോളേജ് നമ്മൾ സുപ്രീം കോടതി വരെ വേണ്ട വ്യവഹാരങ്ങൾ നമ്മൾ കണ്ടതാണ്. അഖില ഹാദിയ എന്നിട്ടും എന്തെങ്കിലും ചെയ്യാൻ കഴിഞ്ഞോ? സുപ്രീം കോടതി വരെ നീണ്ടു നിന്ന വ്യവഹാരങ്ങളിൽ കോടിക്കണക്കിന് രൂപ ഒരു സാധാരണ പൗരൻ ഷെഫിൻ എന്ന് പറയുന്ന ഒരു ജോലിയുമില്ലാത്ത ഒരാൾ 1.5 കോടിയിലധികം മുടക്കി വക്കീലിനെ വെച്ചുകൊണ്ടാണ് സുപ്രീം കോടതിയിലേക്ക് പോയി. ഇവിടെ നിന്നാണ് ഈ പണം വരുന്നത്? എങ്ങനെയാണ് ഇത് നടത്തുന്നത്? എങ്ങനെയാണ് ഈ കേസിന് ആരാണ് സഹായം ചെയ്തു കൊടുക്കുന്നത്? ഇപ്പോൾ വളരെ പെട്ടെന്ന് ഇപ്പോൾ ഈ SDP പോപ്പുലർ ഫ്രണ്ട് പോലുള്ള സംഘടനകളുടെ നിരോധനം കൊണ്ടാണ് കോടതികളിലേക്ക് ഇവർ സംഘടിച്ചെത്താത്തത്. മറ്റ് തരത്തിലായിരുന്നെങ്കിൽ മാത്രമല്ല നോക്കൂ, ഈ അടുത്ത കാലങ്ങളിലെ ഇത്തരം കേസുകളുടെ എണ്ണം കുറഞ്ഞിട്ടുണ്ട്. മറ്റേ ഒരു കാലഘട്ടത്തിൽ പെൺകുട്ടികളെല്ലാം 90% പെൺകുട്ടികളും മുസ്ലിം പുരുഷന്മാരോടൊപ്പം പോയി രജിസ്റ്റർ ചെയ്യുന്നു, വീട്ടുകാർ വരുന്നു, ക്രിസ്ത്യൻ പെൺകുട്ടികളും ഹിന്ദു പെൺകുട്ടികളും. അപ്പോൾ വീട്ടുകാർ വരുന്നു, ബഹളം ഉണ്ടാക്കുന്നു, കോടതിയിലേക്ക് പോകുന്നു, സംഘടിതരായി കോടതിയിലേക്ക് പോപ്പുലർ ഫ്രണ്ടുകാർ വരുന്നു. ഈ പെൺകുട്ടിയെ ഒരു രീതിയിലും പെൺകുട്ടിയുടെ അടുത്തൊന്നും പോയി വർത്താനം പറയാൻ പോലും സാധിക്കാത്ത രീതിയിൽ ഗുണ്ടകളെ പോലെ പെരുമാറിക്കൊണ്ട് ഇവർ തട്ടിക്കൊണ്ടുപോവുകയാണ് പലപ്പോഴും പെൺകുട്ടികളെ. അപ്പോൾ നമ്മൾ ഈ അടുത്ത ദിവസങ്ങളിൽ ഇപ്പോൾ ആരിഫ് ഹുസൈൻ നടത്തിയൊരു പരിപാടിയുണ്ട്, കോയ കോളിംഗ് എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട്. ആ പരിപാടിയിലൊക്കെ വന്നിട്ട് ചില പെൺകുട്ടികൾ അവരുടെ മതപരിവർത്തനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ ഇപ്പോൾ തുറന്ന് സംസാരിക്കുന്നുണ്ട്. അതിൽ നിന്നൊക്കെ നമുക്ക് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ്. നമ്മുടെ അയൽപക്കത്ത് എവിടെയെങ്കിലും 1-2 പേര് കാണുമെന്ന്. ഇപ്പോൾ അന്നുണ്ടായൊരു സംഘടനയാണ് കാസ എന്ന് പറയുന്ന സംഘടന. കാസ ഉണ്ടാകാനുള്ള സാഹചര്യം പോലും അതിൻ്റെ സ്ഥാപകൻ അന്ന് പറഞ്ഞിട്ടുള്ളത് അയാളുടെ മകളെ ഇത്തരത്തിൽ കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ ഓരോരുത്തരും അനുഭവസ്ഥരാണ് എന്നുള്ളതാണ്. അപ്പോൾ ആ അനുഭവിക്കുന്നവർക്ക് മാത്രമേ അതിൻ്റെ ഒരു അവസ്ഥ മനസ്സിലാവുകയുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ നമ്മളിവിടെ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മതപരിവർത്തനം വ്യാപകമായി നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഈ നക്സൽ ബാധിത മേഖലകളിലൊക്കെ ഇപ്പോൾ മണിപ്പൂരിലൊക്കെ ഉണ്ടായ വിഷയങ്ങളുടെ ഏറ്റവും അടിസ്ഥാനവും ഈ കുക്കിയും മേത്തിയും തമ്മിലൊക്കെ ഉണ്ടാകുന്ന പ്രശ്നങ്ങളുടെയൊക്കെ അടിസ്ഥാനവും ഒക്കെ തന്നെ ഇതാണ്. ഈ നക്സൽ ബാധിത പ്രദേശങ്ങളിലേക്ക് ഇത്തരം കന്യാസ്ത്രീകൾക്കും ഇവർക്കുമൊക്കെ എത്തപ്പെടാൻ എളുപ്പമാണ്. അപ്പോൾ അത്തരം ആദിവാസി ഊരുകളിലേക്ക് പോകുന്നുണ്ട്. ഈ പറയുന്നത് പോലെ കന്യാസ്ത്രീകൾക്ക് പ്രവേശനമുണ്ട്, പക്ഷെ അവിടെ പോലീസിന് പ്രവേശനം. അത് കേരളത്തിലെ ജയിലുകളിലും അങ്ങനെ തന്നെയാണ്. റവന്യൂ ഉദ്യോഗസ്ഥർക്ക് കേരളത്തിലെ ജയിലുകളിൽ സുവിശേഷം പറയാൻ എന്തിനാണ്? കേരളത്തിൽ അത് വളരെ പ്രധാനപ്പെട്ടതായിട്ട് രാഷ്ട്രീയ കക്ഷികൾ ഏറ്റവും പ്രധാനമായും കാണേണ്ട ഒരു വിഷയമാണ്. കേരളത്തിലെ ജയിലുകളിൽ സുവിശേഷ പ്രവർത്തനം നടക്കുന്നുണ്ട്. എന്തിനാണ് ഒരു വിഭാഗത്തെ മാത്രം അവിടെ കയറ്റിവിടുന്നത്? അങ്ങനെയെങ്കിൽ അതേസമയം മറ്റുള്ളവർക്ക് രാമായണം വായിക്കാൻ അതിനകത്ത് കയറാൻ പറ്റുമോ? രാമായണം പഠിപ്പിക്കാൻ കയറാൻ പറ്റുമോ? എന്തിനാണ് അങ്ങനെ ഒരു വിഭാഗത്തിന് മാത്രം എന്തിനാണ് ആനുകൂല്യങ്ങൾ നൽകുന്നത്? കേരളത്തിലെ ജയിലുകളിൽ, കേരളത്തിലെ കോളേജുകളിൽ, കേരളത്തിലെ സ്കൂളുകളിൽ എന്തിനേറെ ഞാൻ നടക്കാൻ പോകുന്ന മ്യൂസിയത്തിന്റെ ഗ്രൗണ്ടിൽ അവിടെ നടക്കുന്ന നടപ്പാതകളുണ്ട്. നമ്മൾ തിരുവനന്തപുരത്തുള്ളവർക്കറിയാം, സ്ഥിരം നടക്കുന്ന പാതയാണ്. ആ നടക്കുന്ന സ്ഥലത്ത് പോലും സുവിശേഷ പ്രവർത്തകർ വന്ന് നോട്ടീസ് വിതരണം ചെയ്യുന്നുണ്ട്. ഇത് നമ്മൾ ഇന്നു മുതൽ കണ്ടു തുടങ്ങിയല്ലോ, പണ്ട് മുതൽ കണ്ടു തുടങ്ങിയത്. എനിക്ക് മനസ്സിലാകാത്ത ഈ വരുന്ന ആൾക്കാർ പലരും വളരെ പാവപ്പെട്ടവരാണ്. ഇവർക്ക് വലിയ സാമ്പത്തിക ഭദ്രതയോ ഒന്നും ഉള്ളവരല്ല. പക്ഷെ ഇവരെങ്ങനെ ഈ നോട്ടീസുകൾ അച്ചടിച്ച് വിതരണം ചെയ്യും? അവർക്ക് പണം കിട്ടുന്ന പണത്തിൽ. ഇപ്പം ഞാൻ പറയാമല്ലോ, എൻ്റെ ചെറുപ്പത്തിൽ പോലും നമ്മുടെയൊക്കെ വീടുകളിൽ വരുമായിരുന്നു അന്ന്. വീടുകൾ കേന്ദ്രീകരിച്ചായിരുന്നു ഇപ്പോഴും. അതെ, ബൈബിൾ ഫ്രീ ആയി കൊണ്ടുവരുന്നു. വീടുകളിൽ കയറി ഏതെങ്കിലും അസുഖമുള്ളവരൊക്കെ കാണും. ഇപ്പം നമുക്ക് സാധാരണഗതിയിൽ ഒരു ഇവാഞ്ചലിക് പ്രവർത്തനം ഏതെങ്കിലും ഒരു സ്ഥലത്ത് കുറച്ച് പേര് ഒത്തുകൂടുന്നിടത്ത് ഏതെങ്കിലും ഒരു വീട്ടിലൊക്കെ ആയിരിക്കും പ്രാർത്ഥന. ആ വീട്ടുകാർ അവിടെ ഇരുന്ന് അവിടെ നിന്നുള്ള ആളെയാണ് ഈ ചെയിൻ ബിസിനസ് നടത്തുന്നത്. കണ്ണികളായിട്ടാണ്. അവിടുത്തെ ആൾ പറയും അവിടുത്തെ ആൾക്ക് സുഖമില്ല, അവിടെ പോയി പ്രാർത്ഥിക്കാമെന്ന് പറയും. അപ്പോൾ പ്രാർത്ഥനയ്ക്ക് എൻ്റെ വീട്ടിലൊരാൾ വന്നിട്ടുണ്ട്, പ്രാർത്ഥനയ്ക്ക് വന്നിരുന്നു, പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. പപ്പ പറഞ്ഞു പ്രാർത്ഥിക്കാം, 1 മിനിറ്റ് നിൽക്കൂ. അപ്പോൾ എന്നെ വിളിച്ചു. പപ്പ പറഞ്ഞു നിലവിളക്ക് എത്തിച്ചു വെക്കൂ, അയാൾ പ്രാർത്ഥിക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ നിലവിളക്കിന് മുമ്പിൽ ഞങ്ങൾ പ്രാർത്ഥിക്കില്ല. അപ്പോൾ എൻ്റെ പപ്പ പറഞ്ഞു ഞാൻ പ്രാർത്ഥിക്കുന്ന ഈ രീതിയിലാണ്, നിങ്ങൾ വന്ന് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെയാണ് വിചാരിച്ചതെന്ന് പറഞ്ഞു. അങ്ങനെ ഇറങ്ങിപ്പോയതാണ്. പിന്നീട് എൻ്റെ വീട്ടിൽ വന്നിട്ടില്ല. അപ്പോൾ അങ്ങനെ പല വീടുകളിലും ഇങ്ങനെ സുഖമൊക്കെ ഇല്ലാതെ വരുമ്പോൾ അസുഖമായി കിടക്കുന്നവരെ, സാമ്പത്തികമായി പ്രതിസന്ധിയിലായിരിക്കുന്നവരൊക്കെ അത്തരത്തിലുള്ള മെഡിക്കൽ കോളേജുകൾ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു പ്രൊഫഷണൽ സ്ഥാപനങ്ങൾ, പ്രത്യേകിച്ച് മെഡിക്കൽ കോളേജ്. ഈ മെഡിക്കൽ കോളേജിലെ കുട്ടികൾക്ക് ഭയങ്കര സ്ട്രെസ്സായിരിക്കും പഠിക്കുന്ന കുട്ടികൾക്ക്. അവരുടെ ഹോസ്റ്റലുകളിലൊക്കെ ചെന്ന് ഇത്തരത്തിലുള്ള ബൈബിളും ലഘുലേഖകളും ഒക്കെ കൊടുത്ത് മതം മാറ്റുന്ന രീതിയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കോളേജിലെ രോഗികളുടെ ഇടയിലുമുണ്ട് ഇത് വളരെ പ്രധാനമായും കേരളത്തിൽ നിയമം മൂലം
നിരോധിക്കേണ്ട കാര്യം തന്നെയാണ്. ജയിലുകളിൽ, മെഡിക്കൽ കോളേജുകൾ, ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളിൽ മതം പറയാനും അവിടെ ആശ്വസിപ്പിക്കാനുമായി ആരും ചെല്ലണ്ട. ആ ആശ്വസിപ്പിക്കുക, നല്ല നടപ്പ് നടത്തുക ജയിലിലുള്ളവരെ എന്നുള്ളത് സർക്കാരിന്റെ ഉത്തരവാദിത്തമാണ്. സർക്കാർ ആരെങ്കിലും ഏതെങ്കിലും പ്രൊഫഷണൽ ആയിട്ടുള്ള ആൾക്കാരെ വിളിച്ചു വരുത്തി അവരെ കൗൺസിൽ ചെയ്യുകയോ ഒക്കെ ചെയ്യേണ്ടതിന് പകരം ഇവിടെ ബൈബിളും കൊടുത്തപ്പോൾ എനിക്ക് തോന്നുന്നു ദിലീപ് പറഞ്ഞിട്ടുണ്ട്. ദിലീപ് ജയിലിൽ കിടന്ന സമയത്ത് ബൈബിളുമായി ആരാണ്ട് എന്ന് ബൈബിൾ വായിച്ച കഥയൊക്കെ ദിലീപ് പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ കേരളത്തിലെ ജയിലുകളിലും ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലും ഒക്കെ ഇത് തടയപ്പെടേണ്ടതാണ്. ഇത് ആരെങ്കിലും എന്തുകൊണ്ടാണ് എനിക്കറിയില്ല, ഹൈന്ദവ സംഘടനകളായാലും ആരായാലും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഒരു രാഷ്ട്രീയ ഒരു മതക്കാരും വളരെ നിസ്സംഗമാണ് സർക്കാർ ഇക്കാര്യത്തിൽ. സർക്കാർ ഇപ്പൊ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതല്ലേ, നിയമസഭയിൽ ഒരു വള്ളംകളിക്ക് അവധി കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് അഭിപ്രായം പറഞ്ഞ ശേഷം ഒരിക്കലും കൊടുക്കരുതെന്ന് മൈക്ക് ഓഫ് ചെയ്യാൻ ഇതായതുകൊണ്ട് കേട്ടു എന്നുള്ളത് ഒരു ജനപ്രതിനിധികളുടെ ഇരട്ടത്താപ്പ് നമ്മൾ അതിൽ തന്നെ കാണുന്നതാണ്. നേരെ മറിച്ച് ഏതെങ്കിലും മുസ്ലിം ഇതിന് അവധി കൊടുക്കണ്ട എന്ന് പറയാൻ ധൈര്യം ഈ പറയപ്പെടുന്ന ഇവർക്ക് ആർക്കെങ്കിലും ഉണ്ട്? ഏതെങ്കിലും ഒരു ജനപ്രതിനിധിക്കുണ്ടോ? അപ്പൊ അതിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഹിന്ദുക്കൾ സംഘടിതരല്ലാത്തത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് എന്നുള്ളത് തന്നെയാണ്. എനിക്കറിയാം, കോട്ടയത്ത് തങ്കു എന്ന് പറയുന്ന ഒരു പാസ്റ്റർ ഉണ്ടായിരുന്നു. തങ്കു പാസ്റ്റർ, അതെ, കുപ്രസിദ്ധനായ തങ്കു പാസ്റ്ററുടെ ആ സെന്ററിൽ വരുന്നവരിൽ 99% മറ്റു മതസ്ഥരാണ്, പ്രത്യേകിച്ച് ഈഴവരാണ് എന്നുള്ളതാണ്. അതായത് ഒരു കോർഡിനേഷൻ ഉണ്ട് എന്ന് പറയുമ്പോഴും എന്താണ് ഹിന്ദു, എന്താണ് നമ്മുടെ സംസ്കാരം എന്ന് മനസ്സിലാക്കാതെ ഹിന്ദു എന്ന പേരിൽ മാത്രമുള്ള ചിലർ അത്തരത്തിലുള്ള ആൾക്കാർ സംസ്കാരം മനസ്സിലാക്കിയവർ പോകില്ല. ഇപ്പം നമ്മളെയൊക്കെ വിളിച്ച് നമ്മൾ പോകും ഇല്ല. അപ്പോൾ സംസ്കാരം എന്താണെന്ന്, ഹിന്ദു എന്താണെന്നും ഹിന്ദുവിൻ്റെ സംസ്കാരം എന്താണെന്നും മനസ്സിലാക്കിയ ഒരാളും മറ്റൊരിടത്തും ഒന്നും തേടി അലയേണ്ടതില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പം ഇവിടെ നമ്മൾ തിമോത്തി ഇൻസ്റ്റിറ്റ്യൂട്ടുമായിട്ട് ബന്ധപ്പെട്ട് നോക്കുകയാണെങ്കിൽ, അതിലേക്ക് തിരിച്ചു വരികയാണെങ്കിൽ, ഏതാണ്ട് 92.55 കോടി രൂപ മതപരിവർത്തനത്തിന് അമേരിക്കൻ സംഘടനയായ അവരുടെ ഇവാഞ്ചലിക് സംഘടനയായ തിമോത്തിയിൽ നിന്ന് വന്നിട്ടുണ്ട് എന്നാണ് അതിൻ്റെ കേരള ബന്ധം. അതായത് എവിടെ നോക്കിയാലും, ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല, തീവ്രവാദം നോക്കിയാലും എന്ത് നോക്കിയാലും ഒരു കേരള ബന്ധമുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അപ്പോൾ അതിന്റെ കേരള ബന്ധം ശക്തമാണെന്നാണ് ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ടെത്തുന്നത്. 6 പേരിൽ 2 പേര് മലയാളികളാണ്. അപ്പോൾ ഇതിൽ നിന്നും ഫെറ നിയമം മറികടന്ന് രാജ്യത്ത് മതപരിവർത്തനത്തിനായി 92.55 കോടി രൂപ ചെലവാക്കി എന്നുള്ളതാണ് ഇതിനകത്തെ കേസ്. ഇതിൽ തിമോത്തി ഇനിഷ്യേറ്റീവിനെതിരെ ഇപ്പൊ UAPA ചുമത്തിയിട്ടുണ്ട്. ഏതായാലും ഈ സാമ്പത്തിക ഇടപാടുകൾ രാജ്യസുരക്ഷയ്ക്കും നമ്മുടെ സാമ്പത്തികമായ തകർച്ചയ്ക്കും രാജ്യത്തിന്റെ സാമ്പത്തിക ഭദ്രതയ്ക്കും ഒക്കെ വലിയ ഭീഷണി സൃഷ്ടിക്കുന്ന രീതിയിലാണ് ഇത്തരത്തിലുള്ള പണം ഇവിടെ വന്നു ചാടുന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഏതായാലും അമേരിക്കയിലെ നോർത്ത് കരോലിന സ്റ്റേറ്റിനെ ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്നതാണ് ഈ തിമോത്തി ഇൻസ്റ്റിറ്റ്യൂട്ട് ഇനിഷ്യേറ്റീവ്. അതിന്റെ പ്രവർത്തനങ്ങൾ ജോനാഥൻ എസ് രാജൻ, മെക്ക മാർക്ക്, അജിത് വർഗീസ് മത്തായി, അതാണ് മലയാളി, വർഗീസ് ചാക്കോ, അവർ രണ്ടുമാണ് മലയാളി, ബബ്ലു കുർമി, സുപ്രീം ജോയ് എന്നിവർ അന്വേഷണ പരിധിയിലാണെന്ന് ED അറിയിച്ചിട്ടുണ്ട്. ഈ അറസ്റ്റ് ചെയ്തവരെ കൂടാതെ ഇത്രയും അമേരിക്കൻ പൗരനാണ്. അതെ അതെ, മൈക്ക മാർക്ക്, അജിത് വർഗീസ്, അതെ, അമേരിക്കൻ പൗരൻ. ഈ കാർഡ് ഉപയോഗിച്ച് ഏറ്റവും കൂടുതൽ പണം പിൻവലിച്ചിട്ടുള്ളത്. ഇവരിൽ പലർക്കും കേരളവുമായി അടുത്ത ബന്ധമുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. ഇവരുടെ കീഴിൽ നിരവധി പെന്തക്കോസ്ത് സഭകൾ, അതാണ് കേരളത്തിൽ ഈ പണം വന്നിരിക്കുന്നത് പെന്തക്കോസ്ത് സഭകളിലേക്കാണ് എന്നാണ് അന്വേഷണ ഏജൻസി സംശയിക്കുന്നതും. ഈ മലയാളി അജിത് വർഗീസ് മത്തായി സംഘടനയുടെ സാമ്പത്തിക ഇടപാടുകൾ നിയന്ത്രിച്ചതായും വർഗീസ് ചാക്കോ ഛത്തീസ്ഗഡിലെ, അപ്പൊ മനസ്സിലായല്ലോ എവിടുന്നാണ് ഇതിന്റെ ഒരു ഏറിയ വരുന്നത് നമുക്ക് മനസ്സിലായി. ഛത്തീസ്ഗഡിലെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയിരുന്നു എന്നും അന്വേഷണ ഏജൻസികൾ കണ്ടെത്തുന്നു. ആസാമിലെ പണമിടപാടുകൾ, ഓരോ സ്ഥലത്തും ഓരോരുത്തരാണ്. ആസാമിലെ പണമിടപാടുകൾ ബബ്ലു കുർമിയും ATM വഴി പണം പിൻവലിക്കുന്നതിൽ സുപ്രീം ജോയും സഹായിച്ചിരുന്നു എന്ന് ED കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. അതായത് കൃത്യമായ വിശദമായ വിവരങ്ങൾ ചോദ്യം ചെയ്യലിലൂടെ പുറത്തു വരുന്നത് നമുക്ക് മനസ്സിലാകുന്നത്. ഇനി എന്താണ് അടുത്ത ഘട്ടം എന്താണ്? അതായത് ഇവരെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഇപ്പോഴും നിലവിലും ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഛത്തീസ്ഗഡിലെയും ആസാമിലെയും ഈ സംഘടനകളിലേക്ക്, ഈ പെന്തക്കോസ്ത് സഭകളിലേക്ക് നീങ്ങുന്നു എന്നുള്ളതാണ്. അതായത് ഞാൻ മനസ്സിലാക്കുന്നത് ധർമ്മരാജ റസാലത്തെ അടക്കം ചോദ്യം ചെയ്തിട്ടുണ്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എന്നാണ്. EDയുടെ അന്വേഷണ പരിധിയിലുണ്ട് എന്ന് ഒരു വാർത്ത. വേറൊരു സഭയുമായി ബന്ധപ്പെട്ട് എല്ലാ സഭകൾക്കും വരുന്നുണ്ടെന്നേ. ആ കാര്യം ഇവർ സഭകളൊക്കെ വ്യത്യസ്തരാണെങ്കിലും പണവും ഇത്തരം മതപരിവർത്തനവും ക്രിസ്ത്യൻ വിഷയങ്ങളും ഒക്കെ വരുമ്പോൾ ഈ സഭയൊന്നും ഒരു പ്രശ്നമില്ല, ഇവരൊന്നും ഒരുമിച്ചാകും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പൊ അങ്ങനെ ഇവരെ ഇപ്പൊ വിശദമായി കുർബാന കൊള്ളുന്നതും കൊടുക്കുന്നതും ഇങ്ങനെയുള്ള വിഷയം വരുമ്പോൾ ഇവരെല്ലാം ഒറ്റക്കെട്ട്. അതെ അതെ, ഇതിന് കേരള കണക്ഷൻ വരാനുള്ള കാരണം ഛത്തീസ്ഗഡിലും അതുപോലെ ആസാമിലും ഒക്കെയുള്ള നക്സൽ ബാധിത പ്രദേശങ്ങളിൽ ഏറ്റവും കൂടുതൽ പ്രവർത്തിക്കുന്നത് മലയാളികളായ പാസ്റ്റർമാരും പെന്തക്കോസ്തുകാരും ഒക്കെയാണ്. അപ്പൊ അവിടെ നിന്നാണ് ഈ വിദേശ സാമ്പത്തിക സഹായത്തിന്റെ ഉറവിടം കേരളത്തിലേക്ക് എത്തിയത്. ഇത് തിമോത്തി ഇനിഷ്യേറ്റീവ് വഴിയാണോ ഇവിടെ എത്തിയത് എന്നുള്ളത് കൂടി അവർ അന്വേഷിക്കുന്നുണ്ട്. വേറെയും പണം വരാനുള്ള സാധ്യതകളുണ്ട്. ആ സാധ്യതകളിലേക്ക് കൂടി ഇപ്പോൾ അന്വേഷണ ഏജൻസികൾ ഇപ്പോൾ അന്വേഷിക്കുന്നുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.
അതായത് വിദേശ ഭവനം സ്വീകരിക്കാൻ ആവശ്യമായ നിയമാനുസൃത രജിസ്ട്രേഷൻ പോലും ഇവർക്കില്ല. ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഏതെങ്കിലും രജിസ്ട്രേഷനുള്ള സംഘടനകളെ തപ്പിപ്പിടിക്കും. വിദേശ FCRI ഫണ്ട് സ്വീകരിക്കാൻ പറ്റുന്ന സംഘടനകളെ തപ്പിപ്പിടിച്ചിട്ട് അവർ വഴി പണം മാറി അവർക്കൊരു കമ്മീഷൻ കൊടുത്തുകൊണ്ടാണ് പല സംഘടനകളും ഇങ്ങനെ പണം സമാഹരിക്കുന്നത്. ഇത് നമുക്ക് മനസ്സിലായിട്ടുള്ളതാണ്. 2019 മുതൽ ഏതാണ്ട് 1000-ലധികം അമേരിക്കൻ ഡെബിറ്റ് കാർഡുകൾ, അമേരിക്കയിൽ നിന്നുള്ള ഡെബിറ്റ് കാർഡുകൾ 1000-ലധികം ഡെബിറ്റ് കാർഡുകൾ ഉപയോഗിച്ച് ഇന്ത്യയിലെ വിവിധ ATMകളിൽ നിന്ന് 100 കോടി രൂപ പിൻവലിച്ചിട്ടുണ്ട്. അമേരിക്കയിലെ ഡെബിറ്റ് കാർഡുകൾ വെച്ച് എത്ര പ്ലാൻഡും എത്ര മാരകമായ പ്രശ്നമാണ്, എത്ര ആഴത്തിലാണ്, എത്ര ആലോചനകൾക്കും ഒരു പ്ലാനിങ്ങിനും ശേഷമാണ് ഒരു രാജ്യത്തെ തകർക്കാനുള്ള നീക്കം. തീർച്ചയായിട്ടും അതിന് പിന്നിൽ വലിയ ആസൂത്രണമുണ്ട്. കേരളം, കർണാടക, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, ഛത്തീസ്ഗഡ്, ആസാം എന്നീ സംസ്ഥാനങ്ങളിൽ കഴിഞ്ഞ ഏപ്രിൽ നടത്തിയ റെയ്ഡിൽ 2 ഡസനിലധികം അമേരിക്കൻ ഡെബിറ്റ് കാർഡുകളും 40 ലക്ഷത്തിലധികം രൂപ പോലും ED കണ്ടെത്തിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിരവധി ഡിജിറ്റൽ രേഖകൾ, ഉപകരണങ്ങൾ, അക്കൗണ്ടിംഗ് സാധനങ്ങളൊക്കെ പിടിച്ചെടുത്തിട്ടുണ്ട്. അക്കൗണ്ടിംഗ് രേഖകളൊക്കെ ഇവരുടെ പരിശോധനയിൽ രാജ്യവ്യാപകമായി പ്രവർത്തിച്ചിരുന്ന സമാന്തര സാമ്പത്തിക ശൃംഖല, അതായത് ഇത് കൂടാതെ ഇതേപോലെ സാമ്പത്തിക ശൃംഖലകൾ പ്രവർത്തിച്ചിട്ടുണ്ട്. ആ രാജ്യവ്യാപകമായി പ്രവർത്തിക്കുന്ന സംഘടനകളെ എല്ലാം തന്നെ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് ED. അതുകൊണ്ടാണ് ഈ വലിയ അന്വേഷണം, പഴുതടച്ചുള്ള അന്വേഷണത്തിലേക്ക് ED കടക്കുന്നുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. കേരളത്തിലും കർണാടകത്തിനും പുറമെ നക്സൽ ബാധിത പ്രദേശമായ ഛത്തീസ്ഗഡിലെ ബസ്തർ നമുക്കറിയാവുന്ന ഒരു സ്ഥലമാണ്, എല്ലാവർക്കും കുപ്രസിദ്ധമായ സ്ഥലമാണ്. ബസ്തർ, ധംതരി എന്നിവിടങ്ങളിലും സംഘടന പണം ചെലവഴിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. CRPF ജവാന്മാരെ നഷ്ടപ്പെട്ട സ്ഥലമാണ് ബസ്തർ. അപ്പൊ അവിടെ ഈ മാവോ നക്സൽ സ്വാധീന മേഖലകളാണ്. ഈ അവിടെ എങ്ങനെയാണ് സാമ്പത്തിക സഹായം ചെയ്യുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ അവിടെയാണ് ഈ ക്രിസ്ത്യൻ സംഘടനകൾക്ക് മാത്രമേ അവിടേക്ക് കയറി ചെല്ലാൻ കഴിയുള്ളൂ. അപ്പൊ നമുക്ക് എവിടെയാണ് അവരുടെ ബന്ധം? വേറൊരു സംഘടനയ്ക്കും അവിടെ ചെല്ലാൻ കഴിയുന്നില്ലെങ്കിൽ അവർക്ക് എല്ലാ സഹായം ചെയ്തു കൊടുത്തുകൊണ്ട്, പണവും കൊടുത്ത് മറ്റുള്ള സഹായം ചെയ്തു കൊടുത്തുകൊണ്ട് ആശയപരമായി നക്സലിനോടൊപ്പം നിൽക്കുന്നത് കൊണ്ടാണ് അവരെ ഇവിടെ കയറ്റുന്നത്. അവരെ ഒറ്റില്ല എന്നും ആശയപരമായി അവരോടൊപ്പം നിൽക്കുന്നുവെന്നും അവർക്ക് പണം കൊടുക്കുന്നുണ്ടെന്നും അവരെ സഹായിക്കുന്നുണ്ടെങ്കിൽ മാത്രമേ ഈ നക്സലിലുള്ള ആൾക്കാർക്ക്, കാരണം നമുക്കറിയാം ഈ പറയപ്പെടുന്ന നക്സലുകൾക്കും മറ്റുള്ളവർക്കും ഇങ്ങനെയുള്ളവർക്ക് IS-നും ഒക്കെ അവർക്ക് അങ്ങേയറ്റത്തെ വിശ്വാസമുള്ളവരെ മാത്രമേ അവരോട് കയറ്റുള്ളൂ. എവിടെയെങ്കിലും ഒരു വിശ്വാസഭംഗം അല്ലെങ്കിൽ ഒരു സംശയം പോലും തോന്നിയവരൊക്കെ കയറ്റില്ല. അപ്പൊ അത്രയ്ക്കധികം വിശ്വാസം ആർജിക്കാൻ ക്രിസ്ത്യൻ സംഘടനകൾക്ക്, ക്രിസ്ത്യൻ മതപരിവർത്തന സംഘടനകൾക്കും ഈ പെന്തക്കോസ്റ്റിനും ഒക്കെ സാധിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് സത്യത്തിൽ അവർക്ക് സഹായം ചെയ്തു കൊടുക്കുന്ന അതിലും വലിയ ക്രിമിനൽ കുറ്റമാണ്. അത് നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതുകൊണ്ടായിരിക്കണം ഇവർക്കെതിരെ തിമോത്തിയോസിനെതിരെ UAPA തീർച്ചയായിട്ടും UAPA ചുമത്താനുള്ള കാരണം അതാണ്. ഇപ്പൊ ബാംഗ്ലൂർ വിമാനത്താവളത്തിലെ ഇമിഗ്രേഷൻ പരിശോധന ഇപ്പൊ വേറെ ഗുജറാത്തിലും ഒന്നുമല്ല പിടിച്ചത്, നരേന്ദ്രമോദി പിടിച്ചാന്ന് പറയാം. അപ്പൊ അല്ലെങ്കിൽ സാധാരണഗതിയിൽ ഇവർ പറഞ്ഞ നരേന്ദ്രമോദി പിടിച്ചാണെന്ന് പറഞ്ഞു. കരാള ദംഷ്ട്രകൾ എന്നൊക്കെ പറഞ്ഞപ്പോ വന്നേനെ. അതെ, ഇപ്പൊ ഇത് ബാംഗ്ലൂരാണ് പിടിച്ചത്. കോൺഗ്രസ് ബാംഗ്ലൂർ വിമാനത്താവളത്തിലെ ഇമിഗ്രേഷൻകാരാണ് ഈ മൈക്ക മാർക്കിനെ പിടിച്ചത്. അതോടെയാണ് കേസിൽ അന്വേഷണത്തിൽ ഒരു വഴിത്തിരിവുണ്ടാകുന്നത്. ഇയാളിൽ നിന്ന് മാത്രം 24 അമേരിക്കൻ ഡെബിറ്റ് കാർഡ്, ഒരാളിൽ നിന്ന് 24 അമേരിക്കൻ ഡെബിറ്റ് കാർഡ്. സംഘത്തിലെ മറ്റംഗങ്ങളിലേക്കും അങ്ങനെ അന്വേഷണം വ്യാപിപ്പിക്കുകയായിരുന്നു. ഏതായാലും ഡെബിറ്റ് കാർഡുകളുടെ വിതരണവും സാമ്പത്തിക കാര്യങ്ങളും ഏകോപിപ്പിച്ചിരുന്ന മൈക്ക മാർക്കാണ് എന്നും കണ്ടെത്തിയിട്ടുണ്ട്. അതായത് അമേരിക്കക്കാരനാണ് സാമ്പത്തിക സ്രോതസ്സിന്റെ ഉറവിടം എന്നുള്ളത്. അത് അതാണ് തീർച്ചയായിട്ടും. അപ്പൊ ഡീപ് സ്റ്റേറ്റിന്റെ കളിയാണ്. നമ്മുടെ സംസ്ഥാനത്തെ, നമ്മുടെ രാജ്യത്തെ തകർക്കാനുള്ള ആസൂത്രിതമായ ശ്രമമാണ് ഇത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഏതായാലും ഇതിൽ കുടുങ്ങിയവരെല്ലാം, ഇതിൽ പ്രവർത്തിച്ചിട്ടുള്ള കണ്ണികളായിപ്പെട്ടവരെല്ലാം കുടുങ്ങും എന്ന കാര്യത്തിലും യാതൊരു സംശയവുമില്ല. തീർച്ചയായും പരതരത്തിലുള്ള അന്വേഷണം തന്നെയാണ് ED നടത്തുന്നത്. രാജ്യസുരക്ഷയെ സംബന്ധിക്കുന്ന വിഷയമാണ്. നമ്മുടെ രാജ്യത്തിന്റെ 2047 ലോകത്തിലെ ഒന്നാമത്തെ ശക്തിയാകണം, വികസിത രാഷ്ട്രമായി മാറണം, സമ്പദ് സമൃദ്ധമായ ഇന്ത്യ ഉണ്ടാകണം എന്നൊക്കെ ആഗ്രഹിച്ച്, സ്വയം പര്യാപ്തമായ ഇന്ത്യ ഉണ്ടാകണം എന്നൊക്കെ ആഗ്രഹിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ രാജ്യത്ത് വലിയ തിരിച്ചടിയാണ് സമ്പദ് വ്യവസ്ഥ ഉണ്ടാക്കി നമ്മളെ അങ്ങനെ തീരുമാനിച്ചു വന്നിരിക്കുന്ന ഒരു വിഭാഗമാണ്. ഒരു കാരണവശാലും ഇവരോട് യാതൊരു വിധത്തിലുള്ള വിട്ടുവീഴ്ചകളും നമ്മൾ കണ്ടില്ലേ, പത്തനംതിട്ടയിൽ ഇഷ്യൂ തന്നെ കണ്ടില്ലേ? പത്തനംതിട്ടയിൽ ആരാ ഇഷ്യൂ ഉണ്ടാക്കിയ? BJP-കാരല്ലേ ഇഷ്യൂ ഉണ്ടാക്കുന്നത്. അവിടെ കുട്ടികളെ അടിക്കുന്നതും ഉപദ്രവിക്കുന്നതും പോലെ കെട്ടിവിട്ട ആ കാര്യങ്ങളും ഒക്കെ പുറത്തു വന്ന ശേഷം പോലും നടക്കുമ്പോൾ സ്ത്രീകളെ ഉപയോഗിച്ചുകൊണ്ട് ആരാധന അതായത് മതം ഉപയോഗിച്ചുകൊണ്ട് ക്രിമിനൽ കുറ്റങ്ങളെ ഇല്ലാതാക്കാനുള്ള ശ്രമം നടത്തുന്നു എന്നുള്ളതാണ്, മറക്കുകയാണ്. അവിടെ വന്ന സ്ത്രീകൾ കാണിച്ചുകൂടി അവർ തന്നെ ഗുണ്ടകളാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിനുശേഷം ഈ പാസ്റ്റർ ഏതോ ഒരു ഇതിൽ പറയുന്നുണ്ട്, ഞങ്ങൾക്ക് ഈ പരിപാടിയൊക്കെ അറിയായിരുന്നു, ഞങ്ങൾ ഇപ്പം നിർത്തിയതാണ്. അതായത് ഗുണ്ടാ പ്രവർത്തനവും ഒക്കെ അറിയാവുന്ന ആൾക്കാരായിരുന്നു എന്ന തരത്തിലുള്ള പ്രസ്താവനകൾ നടത്തുന്നു, സംസ്ഥാനത്തെ വെല്ലുവിളിക്കുന്നു. ആലോചിച്ചൊക്കെ BJP-കാർക്കെതിരെയാണ് പരാതി എടുത്തിട്ടുള്ളത്. കേരളത്തിലെ ഇപ്പോൾ ഭരിക്കുന്നത് ഭരണകൂടം എന്ന് പറയും, നമുക്കറിയാം ഈ CPM-നെ വെറുത്തിട്ടാണ് ഇവിടെ ഒരു കോൺഗ്രസിന്റെ ഭരണം വരുന്നത്. അല്ലാതെ കോൺഗ്രസിന്റെ സംഘടനാപരമായ ഗുണം കൊണ്ടോ ആശയപരമായ എന്തെങ്കിലും കാര്യം കൊണ്ടോ അല്ല.
പക്ഷേ അപ്പോഴും ആലോചിച്ച് നോക്കൂ, ഇപ്പോഴും ആ നടന്നുകൊണ്ടിരിക്കുന്ന ഓരോ പ്രവർത്തനങ്ങളും നിർബാധം തുടരുന്നു. അവരോടൊപ്പം CPM എടുത്ത അതേ നിലപാടിനൊപ്പം ഈ പറയപ്പെടുന്ന അതേ മാർഗത്തിലൂടെ തന്നെ പോകുന്നു. ആ പ്രീണനം, അത് ക്രിസ്ത്യൻ ആയാലും മുസ്ലിം ആയാലും അവരെ പ്രീണിപ്പിക്കുക, അവരുടെ രീതികൾക്ക് അനുസൃതമായി നിൽക്കുക എന്ന രീതിയിലേക്ക് ഭൂരിപക്ഷത്തെ ചവിട്ടി താഴ്ത്താനുള്ള മാർഗങ്ങളുമായി ഇപ്പോഴും ഈ വലതുപക്ഷവും വരുന്നു എന്നുള്ളതാണ്. അവിടെയാണ് BJP പോലുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് ഇനി പ്രസക്തി ഉണ്ടാകാൻ പോകുന്നത്. അത് നന്നായി സംഘടനാപരമായി അതിനെ കൈകാര്യം ചെയ്തുകൊണ്ട് നന്നായി മുന്നോട്ട് പോയാൽ BJPക്ക് സമീപ കാലങ്ങളിൽ ഇത് ഈ ഭാവി ഉണ്ടാകാൻ കേരളത്തിലെ ജനങ്ങൾക്ക് ഒരു നാഥനുണ്ട് എന്ന തോന്നലുണ്ടാക്കാൻ കഴിയും. രാജ്യത്തിന്റെ സുരക്ഷ മാത്രമല്ല, സാമ്പത്തിക സുരക്ഷ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. രണ്ടും പ്രധാനപ്പെട്ട അന്വേഷണം കാര്യക്ഷമമായി പുരോഗമിക്കട്ടെ. ഇതിന് പുറകിൽ പ്രവർത്തിച്ചിരിക്കുന്ന ബുദ്ധികേന്ദ്രങ്ങൾ അടക്കമുള്ള സകല കുറ്റവാളികളെയും നിയമത്തിന്റെ മുന്നിൽ എത്തിക്കാൻ കഴിയട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം.